നമ്മളത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയിട്ടാ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോ എനിക്ക് ആദ്യം നിലക്ക് ഒറ്റയടിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ശോഭ സിറ്റി കണ്ടില്ലേ, ശോഭ സിറ്റിയുടെ ചെറിയൊരു വേർഷൻ. കാരണം ഇതിൽ അത്ര വലിയത് ചൈന എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോ വൻമതില് ചൈനയിലെ. അതുപോലെ തന്നെ വൻമതിലാണ്, ചുറ്റോട് ചുറ്റും ഭയങ്കര ബിൽഡിംഗ്. ഇത് വണ്ടി വരുമ്പോ കാണുന്നില്ല, ഇതിനകത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ദിവസങ്ങൾ 1-2 ആഴ്ച ചൈനയിലുള്ള സമയമൊക്കെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മുടെ വീടിന്റെ കാഴ്ച കണ്ട നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ചൈനയിലെ ഒരു വീട്, ഒരു ഫ്ളാറ്റൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ഇവിടെ നിന്നാണ് ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കൊക്കെ ബോൺസായി മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കയറി പോകുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അത് പറയാറുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഫുള്ള് പച്ചപ്പാണത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു 3000-4000 ആൾക്കാർ താമസിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? നിങ്ങൾ എന്ത് പറയണ കണ്ടിട്ട്? കണ്ടില്ലേ, ചുറ്റോട് ചുറ്റും മതിൽ കെട്ടിയ പോലെ തന്നെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ക്ലബ് ഹൗസ് ആണ്. ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ലോബി പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് നല്ല ജിമ്മും പൂളും സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ റൂമിനകത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ചൈനയിലെ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതൊക്കെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് തുറക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ സിസ്റ്റം ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ താക്കോലൊക്കെ എടുത്തിട്ട് ഫിംഗർ വെച്ച് കഴിഞ്ഞാല് ലോക്ക് തുറക്കും. യെസ്, അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വലത് കാലം വെച്ച് കയറിട്ട് 2 ഡോറിൽ ഫിംഗർ തന്നെയാണ് കേട്ടോ. വാ, ഇതാണ് നമ്മൾ ഇനി അടുത്ത 2 ആഴ്ച ചൈനയിൽ താമസിക്കുന്ന വീട് കേട്ടോ. ഇങ്ങോട്ട് വരും മുമ്പ് തന്നെ എന്നെ നമ്മുടെ ബായി കാണിച്ചു തന്നിരുന്നു, ഇതാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ. കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പുറത്തേക്ക് പോയി ഈ നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് കണ്ട് മുകളിൽ നിന്നുള്ള കാഴ്ച ആദ്യം കാണാം. വാ, വലിയ ബാൽക്കണിയാണ് കേട്ടോ. വലിയ ബാൽക്കണി ഓടിക്കളിക്കാതെ കണ്ടില്ലേ. ഓക്കെ, അപ്പൊ എന്തിനും പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. പുറത്തേക്ക് താഴേന്ന് കാണും പോലെ തന്നെ കണ്ടില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഏതാണ്ട് ശോഭ സിറ്റി എന്നൊക്കെ പറയില്ല, അതിനേക്കാളും വലിപ്പമുണ്ട്. 20 ടവറുകൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഏതാണ്ട് 3000-3500ഓളം ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ കണ്ട ബീച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂളിന്റെ ഒരു സൈഡില് നിറയെ മണലൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് കടല് കാണാൻ ഇവിടുന്ന് ഏതാണ്ട് 2 മണിക്കൂറോ 3 മണിക്കൂറാണ്ട് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് കടലിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പോകാം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സെറ്റുകളെല്ലാം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചൈനയിലെ ഫർണിച്ചറൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന നല്ലൊരു ശതമാനം ഫർണിച്ചറുകളും ഇവിടെ നിന്നൊക്കെ കയറി വരുന്നതുണ്ട്. കാരണം അതിന്റെ ഭംഗിയൊക്കെ നോക്കിയപ്പോ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇത്തരം ഇതിന്റെ വലിയ വലിയ മാർക്കറ്റുകളൊക്കെ നമ്മൾ കാണാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോകത്തിലൊരുമാതിരി മിക്ക സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് തന്നെ ഫർണിച്ചറുകൾ കയറി പോകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഇറ്റാലിയൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാലും ഡിസൈനൊക്കെ അവിടെ നിന്നായിരിക്കും, പക്ഷെ വർക്കുകളെല്ലാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഇവിടെ നിന്നാണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് അല്ല, മൊത്തത്തിൽ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റും അതിന്റെ പ്രൊഡക്റ്റീവ് സൈഡൊക്കെ നോക്കുമ്പോൾ ചൈന എല്ലാവരും വിസ്മയിപ്പിക്കുന്നതാണ്. വീടിന്റെ അകത്തെ കാഴ്ചകളാണ് ഒപ്പം പറഞ്ഞു പോരുന്നത്. അതുപോലെ കിച്ചൺ സൗകര്യങ്ങൾ കാണാം. അപ്പൊ നമ്മൾ കൊണ്ടുവന്നത് അച്ചാറും ചമ്മന്തിപ്പൊടിയും കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ അടുത്ത് കിച്ചണിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് കിച്ചൺ സൗകര്യങ്ങളെല്ലാം തന്നെ. ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള സെക്ഷന്, അതുപോലെ തന്നെ സൈഡിൽ കിച്ചൺ കാണാം. പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാഷിംഗ് ഏരിയ ഒക്കെയാണ് കേട്ടോ അവിടെ. ചൈനയിലെ വീട് റിവ്യൂ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ കാണണ്ടേ. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഫ്ളാറ്റിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ പോലെ തന്നെ. പക്ഷെ അകത്തെ കാഴ്ചകൾ ഇന്ത്യയിൽ തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. 5 ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മുടെ വന്ന് കയറിയപ്പോ തന്നെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ദോശയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, ഒപ്പം നല്ല പഴം. ഇത് നമ്മളുടെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ കയറി വരുമ്പോൾ തന്നെ 5ഓളം റൂമുകളാണ്, ബെഡ്റൂമുകളാണ് ഉള്ളത്. ആദ്യത്തെ റൂമില് ഇതില്ല, ആദ്യത്തെ റൂം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഹോം തിയേറ്ററൊക്കെ വെക്കാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. വീണ്ടും മുന്നോട്ട് വരുമ്പോ അടുത്ത റൂമുണ്ട്. ഇവിടെ മറ്റൊരു റൂം. ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ. ആ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പെയിന്റിങ്സ് ഒക്കെ കേട്ടോ. അതെ നോക്കിയേ, ഭയങ്കര 3D ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചൈനക്കാര് 3D എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര, നമ്മുടെ നാട്ടിലൊക്കെ LED വാളുകളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പൊ അത്തരത്തിലുള്ള വാളുകളൊക്കെ ഇവിടെ 3Dയിലേക്കും 5Dയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ്. അപ്പൊ ഇത് കുട്ടികളുടെ റൂമാണ്. വീണ്ടും
മുന്നോട്ട് വരുമ്പോൾ ടോയ്ലറ്റ്, വാഷ് ബേസിൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചൈനയിലെ നമ്മുടെ വീടിന്റെ കാഴ്ചകളാണ്. ഇനി ചൈനയിലെ വീട് കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അടുത്ത 2 ആഴ്ച നമ്മളിത് താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സൗകര്യമുള്ള റൂമെല്ലാം തന്നെയാണ്. നമ്മുടെ പെട്ടി സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, റൂമിന്റെ അകത്തുനിന്നുള്ള കാഴ്ചകളാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ബാൽക്കണി ഇവിടെ ഇല്ല, പക്ഷെ നല്ല വ്യൂ ആണ് പുറത്തേക്ക്. കണ്ടില്ലേ, പക്ഷെ ഇങ്ങനെ വൻമതിൽ പോലെ തന്നെ കണ്ടില്ലേ, കോട്ടമതിൽ പോലെ തന്നെയാണ് ബിൽഡിംഗ് നിരനിരട്ട് നിൽക്കുന്നതിന്റെ പേരിൽ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ